സ്ഥിരമായി നമ്മൾക്കാവശ്യം വരുന്ന കുറച്ച് ഇംഗ്ലീഷ് വാക്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏതൊരു ഭാഷ പഠിക്കണമെങ്കിലും നമ്മൾക്ക് അത് കേൾക്കാതെ പറ്റില്ല. അത് കേൾക്കുക, ഉചിതമായ സന്ദർഭങ്ങളിൽ പ്രയോഗിക്കുക. എത്രത്തോളം കേൾക്കുന്നോ അത്രത്തോളം നമ്മൾ ആ ഭാഷയിൽ പ്രാവീണ്യമുള്ളവരായി തീരും. വീഡിയോ കാണുന്നതിനൊപ്പം എൻ്റെ കൂടെ പറയാൻ കൂടി ശ്രമിക്കേണ്ടതാണ്. സമയം കളയാതെ നമുക്ക് തുടങ്ങാം. വളരെ കാലമായി ഞാൻ നിന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇത് ഏത് ടെൻസാണ്? പാസ്റ്റിൽ തുടങ്ങി കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്നാണ് പറയുന്നത്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. സെൻറ്റൻസ് എങ്ങനെ വരുമെന്ന് നോക്കാം. I have been meaning to contact you for a long time. I have been meaning to contact you for a long time. നീ മിണ്ടാതെ ഇരിക്കുന്നതാണ് നല്ലത്. You better be quiet. You better be quiet. നീ ഇപ്പോൾ പഠിക്കുന്നതാണ് നല്ലത്. You better study now. You better study now. നീ ഡോക്ടറിനെ കാണുന്നതാണ് നല്ലത്. ഇതെങ്ങനെ പറയും? കമൻറ്റ് ചെയ്യൂ. ഇനി നമ്മുടെ ഫ്രണ്ട് വല്ലതും പുതിയതായി ഒരു ജോബിൽ ജോയിൻ ചെയ്തെന്ന് വെക്കുക. ജോലിയൊക്കെ എങ്ങനെയുണ്ട്, ഇഷ്ടമായോ, കൊള്ളാമോ എന്ന അർത്ഥത്തിൽ നമുക്ക് ചോദിക്കാം, ഹൗ ആർ യു ലൈക്കിംഗ് ദിസ് ജോബ്? ഹൗ ആർ യു ലൈക്കിംഗ് ദിസ് ജോബ്? ഇനി ആരെങ്കിലുമൊക്കെ നമ്മളെ ഇങ്ങനെ ഓവറായിട്ട് പുകഴ്ത്തുകയോ അല്ലെങ്കിൽ സോപ്പിടാനോ സൂചിപ്പിക്കാനോ ഒക്കെ ശ്രമിക്കുമ്പോൾ നമുക്ക് ഈ ഒരു വാക്യം പറയാവുന്നതാണ്. What you said sounds a bit cheesy though. What you said sounds a bit cheesy though. മതി കുറച്ച് ഓവറാകുന്നു എന്ന അർത്ഥത്തിൽ പറയാവുന്നതാണ്. നീ പറഞ്ഞത് അല്പം അരോചകമായി തോന്നുന്നു. ഈ സിനിമ വളരെ നല്ലതാണ്. ഇത് നിനക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. This movie is so amazing. It will just blow your mind. This movie is so amazing. It will just blow your mind. അവൻ്റെ പെർഫോമൻസ് കണ്ട് ഞാൻ അതിശയിച്ചു നിന്നുപോയി. I was wonderstruck by his performance. I was wonderstruck by his performance. ഇവിടെ പോസിറ്റീവായിട്ടാണ് പറയുന്നത്. അയാളുടെ ആ പെർഫോമൻസ് അത്രയ്ക്ക് നല്ലതായിരുന്നു, ഞാൻ അതിശയിച്ച് വളരെ അത്ഭുതത്തോടെ നോക്കി നിന്നു എന്ന അർത്ഥത്തിലാണ് ഇവിടെ വണ്ടർസ്ട്രക്ക് എന്ന വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത സെൻറ്റൻസ്, ഷെഡ്യൂൾ മുൻകൂട്ടി എന്നെ അറിയിക്കണം. പ്ലീസ് ലെറ്റ് മീ നോ ദ ഷെഡ്യൂൾ ബിഫോർ ഹാൻഡ്. പ്ലീസ് ലെറ്റ് മീ നോ ദ ഷെഡ്യൂൾ ബിഫോർ ഹാൻഡ്. ഇനി നമ്മൾ ആൾ മാറി ആരെങ്കിലും വിളിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവരോട് ഇങ്ങനെ പറയും, ഓ സോറി, ഞാൻ വേറൊരാളാണെന്ന് കരുതിയാണ് വിളിച്ചത്. അതെങ്ങനെ പറയുക? I mistook you for someone else. I mistook you for someone else. ഇനി വല്ലോ മെസ്സേജ് വല്ലോ ആർക്കെങ്കിലും തെറ്റി അയച്ചാൽ നമുക്ക് അവർക്ക് ഇങ്ങനെ അയക്കാവുന്നതാണ്, സെൻറ്റ് ബൈ മിസ്റ്റേക്ക്. സെൻറ്റ് ബൈ മിസ്റ്റേക്ക്. ഇനി നമ്മുടെ വീട്ടിൽ നമ്മുടെ സുഹൃത്തുക്കൾ വല്ലതും വന്നാൽ അവർക്ക് ചായയോ കാപ്പിയോ വല്ലതും വേണോ എന്നെങ്ങനെ ചോദിക്കുമെന്ന് നോക്കാം. ഡു യു വാണ്ട് സം ടീ ഓർ കോഫി? നിനക്ക് ചായയോ കാപ്പിയോ വല്ല വേണോ? ഡു യു വാണ്ട് സം ടീ ഓർ കോഫി? ഞാൻ എൻ്റെ അംബ്രല്ല ക്യാബിൽ വെച്ച് മറന്നു. ഐ ലെഫ്റ്റ് മൈ അംബ്രല്ല ഇൻ ദ ക്യാബ്. ഐ ലെഫ്റ്റ് മൈ അംബ്രല്ല ഇൻ ദ ക്യാബ്. ബാഗ് ശ്രദ്ധയില്ലാതെ അവിടെ ഇവിടെയും കൊണ്ട് വെക്കരുത്. ഡോണ്ട് ലീവ് യുവർ ബാഗ് അൺഅറ്റൻഡഡ്. ഡോണ്ട് ലീവ് യുവർ ബാഗ് അൺഅറ്റൻഡഡ്. ഇനി നമ്മളിങ്ങനെ ആരോടെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ അവർ പറയുന്നത് ശ്രദ്ധിക്കാതെ നമ്മുടെ ശ്രദ്ധ മാറിപ്പോവാണ്. അപ്പോൾ അയാൾ പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലെങ്കിൽ നമുക്ക് അയാളോട് ഇങ്ങനെ പറയാം, സോറി ഐ ലോസ് യു. കുഡ് യു പ്ലീസ് സേ ഇറ്റ് അഗെയിൻ? സോറി, ഞാൻ നിങ്ങൾ പറയുന്നത് കേട്ടില്ല, ഒന്നുകൂടി പറയാമോ? സോറി ഐ ലോസ് യു. കുഡ് യു പ്ലീസ് സേ ഇറ്റ് അഗെയിൻ? അടുത്ത വാക്യം നോക്കാം. നീ അവന് പൈസ കൊടുക്കാൻ പാടില്ലായിരുന്നു.
You should not have lent him any money. You should not have lent him any money. സോ ഇത് കഴിഞ്ഞു പോയ കാര്യമാണ്. ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റിയെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ്. യു ഷുഡ് നോട്ട് ഹാവ് ലെൻറ്റ് ഹിം എനി മണി. സോ ഇവിടെ ഹാവിന് ശേഷം വെർബിൻ്റെ തേർഡ് ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോ ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഹാവിന് ശേഷം വെർബിൻ്റെ തേർഡ് ഫോമാണ് ഉപയോഗിക്കുക. എന്തോ കുഴപ്പമുള്ളതായി തോന്നുന്നു. ഇറ്റ് സീംസ് സംതിങ് ഈസ് നോട്ട് റൈറ്റ്. ഇറ്റ് സീംസ് സംതിങ് ഈസ് നോട്ട് റൈറ്റ്. മനസ്സിൽ എന്തോ ഒരു പേടി പോലെ. ഐ ആം ഫീലിംഗ് എ സ്ട്രേഞ്ച് ഫിയർ ഇൻസൈഡ്. ഐ ആം ഫീലിംഗ് എ സ്ട്രേഞ്ച് ഫിയർ ഇൻസൈഡ്. എനിക്ക് അല്പം അസ്വസ്ഥത തോന്നുന്നു. ഐ ആം ഫീലിംഗ് എ ബിറ്റ് റെസ്റ്റ്ലെസ്. ഐ ആം ഫീലിംഗ് എ ബിറ്റ് റെസ്റ്റ്ലെസ്. എല്ലാം ആകെപ്പാടെ താറുമാറായി തോന്നുന്നു. എവറിതിങ് ഫീൽസ് മെസ്ഡ് അപ്പ്. എവറിതിങ് ഫീൽസ് മെസ്ഡ് അപ്പ്. ഇതെല്ലാം എനിക്ക് വിചിത്രമായി തോന്നുന്നു. All this feels strange to me. All this feels strange to me. ഇപ്പോഴെല്ലാം ശരിയായി. Now everything seems fine. Now everything seems fine. എല്ലാം ശരിയായ ദിശയിലാണ് പോകുന്നത്. Everything is going in the right direction. Everything is going in the right direction. എനിക്ക് കുറച്ചു നേരത്തേന് വിശ്രമിക്കണം. I need to rest for a while. I need to rest for a while. ഇന്നെന്തോ നന്നായി തോന്നുന്നു. Something feels nice today. Something feels nice today. ക്ലാസ് ശാന്തമായിരുന്നു. The class was tranquil. The class was tranquil. സാർ നന്നായി പഠിപ്പിക്കുന്നുണ്ട്. Sir teaches very well. Sir teaches very well. വീട് കാണാൻ നല്ല വൃത്തിയും വെടുപ്പും ഒക്കെയാണ്. The house looks very neat and clean. The house looks very neat and clean. ഇന്നത്തെ വർക്ക് നല്ല രസമായിരുന്നു. Today's work was really fun. Today's work was really fun. സോ വീഡിയോ ഏവർക്കും പ്രയോജനപ്രദമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.